ഹലോ ഡിയേഴ്സ്, ബെറ്റ്സ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറ്റ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ന്യൂയോർക്ക് ചീസ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഒതൻറ്റിക് ടേസ്റ്റിൽ എങ്ങനെ ഒരു ന്യൂയോർക്ക് ചീസ് കേക്ക് ഉണ്ടാക്കണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2-3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു. ഇത് സൺഫീസിൻ്റെ ബിസ്ക്കറ്റ്, മാരി ലൈറ്റ് ബിസ്ക്കറ്റ്, പിന്നെ മെൽറ്റഡ് ബട്ടർ. ഇത് ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. മെൽറ്റഡ് ബട്ടറിലേക്ക് ഈ ബിസ്ക്കറ്റോട് ചേർത്ത് സ്പാച്ചുല കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അതിൻ്റെ കട്ടയൊന്നും പാടില്ല, കാരണം ഇതാണ് നമ്മുടെ ചീസ് കേക്കിൻ്റെ ബേസ്. ഓക്കെ, ഇതുപോലെ പിടിച്ചാൽ കിട്ടണം. ഇത് 8 ഇഞ്ച് പാനിൽ ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഡിമോൾഡ് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റുന്ന പാനാണ്. ഇതിലേക്ക് ആ ബേസ് നല്ലപോലെ, ബിസ്ക്കറ്റിൻ്റെ ബേസ് നല്ലപോലെ വെച്ച് ടാപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്ലാസ്സോ എന്തെങ്കിലും ഇതുപോലെ പരന്നൊരു സാധനം വെച്ച് നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കുക. ഇത് 5 to 10 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കണം. നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കുക. ഡിലക്റ്റഡ് ക്രീം ചീസാണ്. ഇത് കാസ്റ്റർ ഷുഗർ അല്ലെങ്കിൽ പൗഡർ ഷുഗർ ആണെങ്കിലും എടുക്കാം. ക്രീം ചീസ് 450 ഗ്രാംസ്, കാസ്റ്റർ ഷുഗർ 130 ഗ്രാംസ്, പിന്നെ മൈദ 1 ടീസ്പൂൺ. ഇത് മൂന്നൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ക്രീമി ടെക്സ്ചർ ആകുന്നവരെ നല്ല ഷൈനി ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് കേർഡും ഫ്രഷ് ക്രീമുമാണ്. ഇത് ഞാൻ തലേ ദിവസമേ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. കേർഡ് 70 ഗ്രാംസ്, ഫ്രഷ് ക്രീം 70 ഗ്രാംസ്. അതിലേക്ക് 2 മുട്ടയും പിന്നെ വാനില എസൻസ് 1 ടീസ്പൂണും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നല്ലപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ ബേസ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ചേർക്കണം. റിബൺ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടോ, അതാണ് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ. അത് നല്ലപോലെ ആ സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ എയർ ബബിളൊക്കെ കളഞ്ഞ് പിന്നെ നമ്മളൊരു 50 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റീം ബേക്കാണ്. അതായത് ഒരു സ്ക്വയർ പാൻ എടുത്തിട്ട് അതിലേക്ക് ഹാഫ് പോർഷൻസ് വെള്ളം നിറച്ചിട്ട് നമ്മുടെ റൗണ്ട് പാൻ അതിലേക്ക് ഇറക്കി വെക്കണം. 150 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 1 അവർ ആദ്യം ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ 1 അവർ ബേക്ക് ചെയ്യുക. കണ്ടോ, നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഡിമോൾഡ് ചെയ്തെടുത്ത് ഇതിൽ വെള്ളമുണ്ട് അതിൻ്റെ താഴെ, കാരണം നമ്മൾ സ്റ്റീം ബേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ താഴെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാനൊരു വയർ റാക്കിൽ വെച്ചിട്ടാണ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ചീസ് കേക്ക്. ഇതൊരു 1 kg ചീസ് കേക്കാണ്. അപ്പോൾ ഒരു 8 പീസസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ പല ഫ്ലേവറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. റാസ്ബെറി, സ്ട്രോബെറി, പിന്നെ ബിസ്കഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് എടുക്കാം. ഇങ്ങനെ ഡിസൈൻ ചെയ്യുക. ഞാനൊരു പൈപ്പിംഗ് ബാഗിലൊക്കെ, അതാണ് ഇച്ചിരി കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. സ്പൂൺ വെച്ച് വേണമെങ്കിലും അത് ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ 3 ഫ്ലേവർ. നിങ്ങൾക്ക് ന്യൂട്ടെല്ല വേറെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പൾപ്പ് മേടിക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 to 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നല്ല പല ഫ്ലേവറുള്ള അസോർട്ടഡ് ചീസ് കേക്ക് റെഡി. കണ്ടോ, സൂപ്പർ അല്ലേ?